ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ കിച്ചൺ ക്യാബിനറ്റ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. വളരെ കാലം ക്ലീൻ ചെയ്യാത്തത് ക്യാബിനറ്റ് ആണ് കേട്ടോ. ഇത് ഇപ്പോൾ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം പുറത്ത് എടുത്ത് വെക്കട്ടെ കേട്ടോ. പാത്രമെല്ലാം ഇത്ര വൃത്തികേടായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഷോക്കായിന്. അപ്പം ഒരുപാട് പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അമ്മമാരായ ലൈഫെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. കാരണം രാവിലെ എണീച്ച് കുക്കിംഗ് ചെയ്യണം, അതുപോലെ തന്നെ മക്കളെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കബോർഡ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പം വൃത്തിയാക്കുക എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യം കണ്ടിട്ട് പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടാണ് ക്ലീൻ ചെയ്യാണ്ട് പിന്നെ ചെയ്യാനായിട്ട് നീണ്ടു നിന്നത്. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം എന്താ പറയുക, കൂറൻ്റെ ശല്യം കൊണ്ട് ഫുള്ളായിട്ട് എന്താ പറയുക, കൂറൻ്റെ കൊട്ടാരമാവും ഇത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇരുമ്പ് പാത്രം ഞാൻ കാണിച്ചു തന്നിട്ട് അത് തുരുമ്പ് പിടിച്ചത് നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ ആക്കുന്നതിൻ്റെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പം ഇന്ന് മോനെ ഉറക്കിയ ശേഷം കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് കടക്കാട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാനിതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കിച്ചണ് പാത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണല്ലോ. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഒരുപാട് പാത്രം. കാരണം ഇത്രയും പാത്രം ഉണ്ടോയെന്നില്ല, നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താട്ടോ മനസ്സിലായി. അതാ നോക്കിയോ എത്ര പാത്രം. ഇതെല്ലാം ഇപ്പം എല്ലാം വാരി വലിച്ച് പുറത്തിട്ട് ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യാനിട്ടാ ഇത്രയും മടിയുള്ളത്. അപ്പോൾ അതാ ഇതിൻ്റെ ക്യാബിനറ്റിൻ്റെ ഉള്ളെല്ലാം കണ്ട ചെതലും, അതുപോലെ തന്നെ കൂറൻ്റെ ഒരു മുട്ട വിരിഞ്ഞതിൻ്റെ അതും പിന്നെ പൊടിയും ആകെ വൃത്തികേടായിട്ടുണ്ട്. കണ്ട അത്യാവശ്യം പൊടിയെല്ലാം ഉണ്ട്. ഇത്രയും വൃത്തികേടായിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല പൊടിയുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയ എത്രത്തോളം അഴുക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങിങ്ങായിട്ട് ചതലും കൂടിക്കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അംശം നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ താഴായതുകൊണ്ടും പിന്നെ നമ്മൾ വാഷ് ബേസും സിങ്കും എല്ലാം ഉള്ള ഏരിയ അല്ലേ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നനവിൻ്റെ സ്ഥലവും കൂടിയല്ല. അപ്പം നല്ല രീതിക്ക് പൊടിയും ചിതലും എല്ലാം കൂടിക്കിടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി പാത്രം കഴുകി വെക്കുന്ന ഏരിയ ആണ് കേട്ടോ. അവിടെയും എന്താ ഒരുപാട് പൊടികളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അടിച്ച് വാരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബ്രഷ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് മാച്ചിക്കൊണ്ട് വൃത്തിയാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാ ഒരുപാട് പൊടികളുണ്ട്. ഞാൻ മൂക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം പൊടിയും ഉണ്ട്. പിന്നെ തുമ്മൽ വരാൻ, ജലദോഷം വരാനും നമുക്ക് വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പിന്നെ ബ്രഷ് കൊണ്ട് കിട്ടാത്തത് പിന്നെ ഇങ്ങനെ അടിച്ച് വാരിയിട്ട് എടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളുള്ള കാര്യമല്ല. കുറച്ച് നമ്മൾ എന്താ പറയുക എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പൊടിയും കാര്യങ്ങളെല്ലാം അടിച്ചു വാരിയ ശേഷം ഞാൻ പിന്നെ സോപ്പും ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ലൈഫെല്ലാം 24 hours കിച്ചണിൽ തന്നെയല്ലേ. അപ്പം ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ ഞങ്ങളെ പോലത്തെ അമ്മമാർക്കെല്ലാം ഒരു സന്തോഷം. അങ്ങനെ സോപ്പ് ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് തുടച്ച ശേഷം പിന്നെ കൂറിൻ്റെ ശല്യം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിനാഗിരിയും സോഡാപ്പൊടിയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിൽ അതും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് അപ്പം കൂറശല്യം പരമാവധി അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അതും ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലായിടവും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വൃത്തിയായി എന്ന് കാണാൻ പറ്റും. പിന്നീട് ഇനി പാത്രങ്ങളെല്ലാം ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കണം. അതിന് മുമ്പ് പാത്രങ്ങളെല്ലാം ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അഴുക്കായത് കഴുകി എടുക്കാന്നിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അഴുക്ക് അങ്ങനെ പൊടിയോ ഇല്ലാത്തത് ഞാനിങ്ങനെ തുടച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചില പാത്രം പൊടിക്കുന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എനിക്കൊരു കവറിൽ കെട്ടി വെച്ച് തന്നിട്ടുണ്ട് എടുക്കാത്ത പാത്രമെല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കഴുകുന്നതും പിന്നെ എടുത്ത് വെക്കേണ്ടതും അങ്ങനെ മാറ്റി വെച്ച ശേഷം ഞാൻ പിന്നെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ എടുക്കാത്തതും എടുക്കുന്നതെല്ലാം ഒന്ന് സെപ്പറേറ്റ് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ക്യാബിനറ്റിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കെമിക്കലിലെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. കാരണം പാത്രങ്ങളല്ലേ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രത്തിലും അതിൻ്റെ അംശം കയറി പിന്നെ അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ചിലപ്പം നമ്മളെ വയറ്റിനുള്ളിലേക്കും പിന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കെമിക്കലൊന്നും ഇങ്ങനെയുള്ള വൃത്തിയാക്കുമ്പം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വൃത്തിയാക്കിയ ശേഷം ഞാൻ ഫുള്ളായിട്ട് തുടച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഒന്ന് ഡ്രൈ ആയ ശേഷം കേട്ടോ, ഉണങ്ങിയ ശേഷമാണ് പാത്രങ്ങളെല്ലാം പിന്നെ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഡെയിലി ഉപയോഗിക്കുന്ന പാത്രം പിന്നെ ഒരു സൈഡും ഉപയോഗിക്കാത്ത പാത്രം ഒരു സൈഡും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ആകുമ്പം എനിക്ക് എളുപ്പത്തിൽ എടുക്കാനും കഴിയുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നോമ്പും കൂടിയല്ല വരുന്നത്, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ക്ലീനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനിയിപ്പം കിച്ചണും കൂടി മൊത്തത്തിൽ ക്ലീൻ ആക്കണം, പിന്നെ സ്റ്റോർ റൂമും അടുപ്പും എല്ലാം ഉണ്ട്. അപ്പം ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം കിച്ചണിൻ്റെ തന്നെ മേക്ക് ഓവർ വീഡിയോ എല്ലാം വരുന്നുണ്ട്, അപ്പോൾ കാണാനും കൂടി ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ യാതൊരു മൈൻഡും ചെയ്യാത്ത ഒരേ ഒരു സ്ഥലം നമുക്ക് സ്പൂണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങൾ വെക്കുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ ഒരുപാട് നാൾ വൃത്തിയാക്കാതിരുന്നാൽ പിന്നെ നമ്മൾ വെള്ളത്തോട് വെക്കുമ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ തന്നെ കണ്ടിട്ട് എണ്ണപ്പാടുകളും തുരുമ്പുകളും ആകെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം അതിപ്പോൾ ഞാൻ ക്ലീൻ ആയ ശേഷം നല്ല തിളക്കവും വൃത്തിയും ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് പുത്തനാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര തിളക്കമാർന്നതും വൃത്തിയുമുള്ള ക്യാബിനറ്റ് നമുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സും കൂടി ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാണാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞാൻ ക്യാബിനറ്റെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡെയിലി ഉപയോഗിക്കുന്ന പാത്രമെല്ലാം. അപ്പോൾ അതാ എത്രത്തോളം ഫസ്റ്റ് വീഡിയോ കണ്ടാക്കാൻ അറിയാം എത്രത്തോളം വൃത്തികേടായിട്ടുണ്ടായതാണെന്ന്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.